എല്ലാവർക്കും. സാർ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, ഞാൻ ഭക്ഷണത്തെക്കാളും എനിക്ക് സന്തോഷവും സ്നേഹവും ഈ കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമാണ്. അതെന്നെ വയറ് നിറഞ്ഞു. എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പൊ മൂത്ത മകളുടെ ഭർത്താവാണ് ഡോക്ടർ ഷംഷീർ. അപ്പൊ അവന് മൂത്ത മകന്റെ സ്ഥാനമാണ്. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെയും എന്റെ പള്ളി എന്ന് പറഞ്ഞാൽ മദീനയിലെ മസ്ജിദുൽ അംവി എന്ന് പറഞ്ഞ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് നന്മ ചെയ്യുന്നതാണ് എന്ന്. അപ്പോ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെയും അശരണരെയും നിരാലംബരെയും രോഗികളെയും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചാലൊന്നും അർത്ഥമില്ല. നമ്മൾക്ക് ഒരു വിരൽ വരെയും എനിക്ക് ഒരു ആൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യണം. ഇപ്പോ 50 കുട്ടികൾക്ക് ഓപ്പറേഷനാണ് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ ഞാൻ 50 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ 50 ഓപ്പറേഷനാണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത്. ആ നന്മയാണ് എനിക്ക് സന്തോഷവും സംതൃപ്തിയും. അതോടൊപ്പം അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ മകൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്ത ഈ നന്മയ്ക്ക് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളൂ. ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്നു വലുതായി നിങ്ങൾക്കും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്രദമായ മക്കളായി ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. മോന്റെ നമ്മളെ കൊണ്ട് ഇത്രയും രൂപ കണ്ടെത്താൻ, അതുകൊണ്ടാണ് മോൻ ഇത്രയും തന്നെ താമസിച്ച സർജറിക്ക് വേണ്ടി. എന്തായാലും സാറിന് ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കുട്ടിക്ക് ആരോഗ്യത്തോടി കൂടി ഒരുപാട് നാൾ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം പ്രദാനം ചെയ്യട്ടെ. ICUയിലുള്ളതൊന്നും വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ സമാധാനപരമായി പുറത്തു വരും. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതെ, തീർച്ചയായിട്ടും ഇപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ല. ഇനി പോയിട്ട് ഫുട്ബോള് നല്ല സ്ട്രോങ് ആയിട്ട് ഫുട്ബോള് വേറെ മെസ്സി ആയി മാറട്ടെ ഫുട്ബോളിൽ. നന്ദിയുണ്ട്. ഈ ഒരു വലിയ തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇതിന് വേണ്ടി സാറ് ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ദൈവം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. ദൈവത്തിനോട് നന്ദി, ദൈവത്തിനോട് പ്രാർത്ഥന, അത് രണ്ടും ആണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഉയർച്ച. തമിഴ്നാട് എവിടെയാണ്? തമിഴ്നാട് മാർത്താണ്ഡം, തമിഴ്നാട്ടില് மார்த்தாண்டம். இவ்வளவு தொகை கிடைக்கிறது ரொம்ப கஷ்டம். ஃப்ரீ ஸ்கீம்ல பண்ணதுக்கு ரொம்ப தேங்க்ஸ். 2 பேருக்கு ரொம்ப தேங்க்ஸ். தேங்க்யூ.